ഇതാണ് ഭാഗ്യശാലി. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് സീരീസ് SB നമ്പർ 517026. ആ ഭാഗ്യശാലി ആര് എന്ന കാത്തിരിപ്പാണ്. 10 കോടി ലഭിച്ച ആ ഭാഗ്യശാലി ആരാണ്? എന്തായാലും വളരെ പ്രധാനപ്പെട്ട നറുക്കെടുപ്പാണ്. സമ്മർ ബമ്പറിന്റെ ആ ഭാഗ്യവാനെ നമുക്ക് അറിയാം. കേരളം കാത്തിരിക്കുന്ന ആ ഭാഗ്യശാലി ആരാണ്? കേരളത്തിന്റെ ബമ്പർ ലോട്ടറികൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ഇതാ. SB 517026. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന നമ്പർ ഇതാണ്. SB 517026. സമ്മർ ലോട്ടറി എടുത്തിരിക്കുന്നവരെല്ലാവരും ആ നമ്പർ ഒന്നുകൂടി പരിശോധിക്കുക. നിങ്ങളാണോ ആ ഭാഗ്യശാലി എന്ന കാര്യം ഒന്നുകൂടി പരിശോധിക്കുക. ഇതാ SB നമ്പർ ഒരിക്കൽ കൂടി. SB 517026. ഇതാണ് ആ നമ്പർ. സമ്മർ ബമ്പർ ഭാഗ്യശാലി SB 517026. ഇതാണ്, ഈ നമ്പറിലുള്ളതാണ് ആ ഭാഗ്യശാലി. 10 കോടി നേടിയിരിക്കുന്ന ഈ ഭാഗ്യശാലി ആര് എന്നതാണ് അറിയേണ്ടത്. നമുക്ക് ഉടൻ തന്നെ അറിയാം ഏത് ജില്ലയിൽ ഏത് ഏജൻസിയാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്ന കാര്യം കൂടി നമുക്ക് ഉടൻ തന്നെ അറിയാൻ കഴിയും. എപ്പോഴും കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളിലൊക്കെ വലിയ വിൽപ്പനയാണ്. പാലക്കാട് ജില്ല വലിയ രീതിയിൽ ടിക്കറ്റ് വിൽക്കപ്പെടുന്ന ഇടം കൂടിയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണോ ആ ഭാഗ്യശാലി? കഴിഞ്ഞ കുറേ നാളുകളുണ്ടായത് മലയാളികൾക്കല്ല പലപ്പോഴും ബമ്പർ അടിക്കാറുള്ളത്. കാരണം അയൽ നാടുകളിൽ നിന്ന് വന്നിവിടെ ടിക്കറ്റ് എടുത്ത് പലർക്കും ലോട്ടറികൾ അടിച്ചിട്ടുണ്ട്. ഇത്തവണയും സമ്മർ ബമ്പറിന്റെ ഭാഗ്യശാലി ഒന്നാം നമ്പർ ലഭിക്കുന്നത്, ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആരാണ് എന്ന കാത്തിരിപ്പാണ്. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി SB 517026. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഒന്നാം നമ്പർ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ്? സമ്മർ ബമ്പറിന്റെ നറുക്കെടുപ്പാണ് പൂർത്തിയാവുന്നത്. എന്തായാലും ഒന്നാം സമ്മാനം SB 517026. ഈ നമ്പറിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഒപ്പം രണ്ടാം സമ്മാനം SC 660573. ഈ നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം SB 517026. രണ്ടാം സമ്മാനം SC 660573. ഈ നമ്പറിലാണ് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നതാണ്. നറുക്കെടുപ്പ് നടപടി പുരോഗമിക്കുകയാണ്. എന്തായാലും ആ ഭാഗ്യശാലി ആര് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാത്തിരിക്കുകയാണ് ആ ഭാഗ്യശാലി ആര് എന്ന കാര്യം. ഒന്നാം സമ്മാനം 10 കോടി രൂപയാണ്. ഒപ്പം 1 ലക്ഷം രൂപയുടെ 5 സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ടാകും. രണ്ടാം സമ്മാനം 1 കോടി രൂപയാണ്. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം ലഭിക്കും. ഓരോ പരമ്പരയിലും 2 എണ്ണം വെച്ച് 12 പേർക്കും. നാലാം സമ്മാനമായി 1 ലക്ഷം രൂപ വീതം 54 പേർക്ക് ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചെറിയ സമ്മാനങ്ങളുമുണ്ട്. 5000, 2000, 1000, 500, 250 തുടങ്ങിയ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ടിക്കറ്റ് 42 ലക്ഷം ടിക്കറ്റുകൾക്കിടയിൽ നിന്നും ആ ഭാഗ്യശാലി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് SB 517026 എന്ന നമ്പറിലുള്ള ഭാഗ്യശാലിക്കാണ് 10 കോടി രൂപ ലഭ്യമാവുന്നത്. സമ്മർ ബമ്പറിന്റെ ആ ഭാഗ്യവാന് ആര് എന്ന കാര്യം, ഏത് ജില്ലയിലാണ് ആ ഭാഗ്യശാലി എന്ന കാര്യം കൂടി നമുക്കറിയാം. ഒപ്പം ഏത് ഏജൻസി എന്ന വിവരം കൂടി ലഭ്യമാവുകയാണ്. കേരളത്തിലെമ്പാടും ഓൺലൈനായും അല്ലാതെയും ഈ നറുക്കെടുപ്പ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് ആ നമ്പർ എത്തുകയാണ്. തങ്ങളുടെ നമ്പറുകളുമായി ഒത്തുനോക്കുക. ഭാഗ്യശാലി നിങ്ങളാണോ എന്ന കാര്യം തിരിച്ചറിയുക. എന്തായാലും ആ ഭാഗ്യശാലിയെ കാത്തിരിക്കുകയാണ്. 10 കോടി രൂപ ഈ പ്രതിസന്ധി കാലത്ത് 10 കോടി രൂപ കൈവശം വരികയാണ്. എന്തായാലും ആ ഭാഗ്യശാലി ആരാണ്? കേരളത്തിൻ്റെ സമ്മർ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനാർഹൻ ആരാണ്? SB 517026 എന്ന നമ്പർ, ആ നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്നത്. ആ ഭാഗ്യശാലി ആര് എന്ന കാര്യം കൂടിയാണ്, അതിൻ്റെ കാത്തിരിപ്പാണ് നമ്മൾ. എന്തായാലും നമുക്ക് ഉടൻ തന്നെ അറിയാനാകും ആ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റത്, ഒപ്പം ഏത് ഏജൻസിയാണ് ടിക്കറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി നമുക്കറിയാനാവും. നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനാർഹനെ നമുക്ക് ലഭ്യമാകുന്നു. ആജ്ഞ രവീന്ദ്രൻ, ആജ്ഞ നിൽക്കുന്ന ആ ലോട്ടറി കടയുടെ സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഈ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ്? എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ജില്ലാ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അപ്പോൾ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. കാരണം നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനത്തിന്റെയും
നമ്പറുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൽ ഏത് ജില്ലയിലാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സജീവ് സൂചിപ്പിച്ച പോലെ തന്നെ 10 കോടി രൂപയുടെ സമ്മാനാർഹൻ എന്ന് പറയുന്നത് SB 517026 517026 എന്ന നമ്പറിനാണ് 10 കോടിയുടെ ഭാഗ്യം എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാം സമ്മാനം SE 660573 എന്ന നമ്പറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റേ ഇതേ സീരീസിൽ തന്നെയുള്ള ഇതേ നമ്പറിൽ തന്നെയുള്ള മറ്റ് സീരീസുകൾക്ക് സമാശ്വാസ നമ്പറും സമാശ്വാസ സമ്മാനമടക്കം ലഭിക്കുമെന്നാണ് പ്രത്യേകത. മറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് നമ്പറുകളിൽ കടക്കുമ്പോൾ മൂന്നാം സമ്മാനമടക്കമുള്ള മറ്റ് ഭാഗ്യവാന്മാര് ആരൊക്കെയാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് ജില്ലയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ അല്പനിമിഷങ്ങൾക്കകം തന്നെ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത് ഏത് ഏജൻസിയാണെന്ന കാര്യത്തിലടക്കം നിമിഷങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഭാഗ്യവാൻ, അത് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ഇതിനു മുൻപ് പല ബമ്പറുകളും കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ യാത്രയ്ക്ക് വരുന്നു ടൂറിസ്റ്റുകളായി വരുന്ന പലരും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പല യാത്രക്കാരടക്കം ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഭാഗ്യശാലികൾ കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മലയാളിക്ക് തന്നെയാണോ ഇത്തവണ സമ്മാനം ലഭിക്കാൻ പോകുന്നതല്ല, അത് കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതിന് തന്നെയായാലും കേരളത്തിനകത്ത് ഏത് ജില്ലയിൽ നിന്ന് വെച്ച ഏത് ഏജൻസിയിൽ നിന്നാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ വ്യക്തമാകുന്നു. യെസ്, എന്തായാലും ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്, ഏതാണ് ഏജൻസി, ഉടൻ തന്നെ വ്യക്തമാകും. അതിൻ്റെ നമ്പറുമായി വെച്ച് നോക്കുമ്പോൾ ലോട്ടറി വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഈ നമ്പർ അടിച്ച ഭാഗ്യവാൻ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നുണ്ടാവാം, താൻ ഭാഗ്യശാലിയാണെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവാം. കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആ ലോട്ടറി കടയുടെ മുന്നിലെ ആംബിയൻസ് എന്താണ്? ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെയാണോ ലോട്ടറി അടിച്ചത്? സജിത, അറിയില്ല എവിടെയാ ലോട്ടറി അടിച്ചെന്നുള്ളത്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റ് ഇപ്പൊ ടിക്കറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നിന്ന ഒരു സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ടിക്കറ്റ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരും സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ്. ഏതാണ്ട് 41 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. അതിന് 30,000-ലധികം താഴെ ടിക്കറ്റുകളാണ് വിറ്റ് പോകാനുള്ളതെന്നായിരുന്നു കണക്കുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുപോലെ തന്നെ അവസാന മൊമെന്റിൽ ഒരുപാട് വിൽപ്പനകൾ നടന്നിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം. എന്തായാലും ആളുകൾ അതിനെ, അതായത് ബമ്പർ ലോട്ടറിയെ കൂടുതൽ സീരിയസ് ആയി കാണുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് പ്രൈസിൻ്റെ അതിനോടുള്ള ഒരു അട്രാക്ഷൻ ആകാം. എന്നിരുന്നാലും ഈ സാരംഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോട്ടറി പുറത്തേക്ക്, അതായത് കൂടുതൽ ഭാഗ്യവാന്മാർ കേരളത്തിന് പുറത്തുള്ള ആളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ റഷ് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.